ആസനത്തിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങും. ഒരുത്തം കേട്ടവൻ. പപ്പു മോനെ, ചിറ്റപ്പനെ ചെന്ന് വിളിക്കൂ. അച്ഛൻ ബഹളം വെക്കുമെന്ന് പറ. എവിടെന്ന് വിചാരിച്ച ഞാൻ വിളിക്കാം? കണ്ടുപിടിച്ച് ഉണർത്താൻ പോയ തന്നെ എന്നെ വഴക്ക് പറയുമേ. നല്ല മോനല്ലേ, ചെല്ലു. ദൈവം വിചാരിച്ചാലും ചിറ്റപ്പൻ നന്നാവില്ല. എവിടെങ്കിലും കിടന്ന് ഉറങ്ങട്ടെന്നേ. വാതുപടി കുറെ കൂടുന്നുണ്ട്, ചെന്ന് വിളിക്കൂ. ഞാൻ എവിടൊക്കെ നോക്കിയെന്നോ, ഇത് പറ്റിയ സ്ഥലമാ. അച്ഛൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല. വേഗം എഴുന്നേൽക്ക്. ഇന്ന് ഞായറാഴ്ച അല്ലേ മോനെ? ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ വിശ്രമിക്കുന്നു. ചിറ്റപ്പനെ കണ്ടു പഠിച്ചാലേ എന്റെ കാര്യം ജേപ്പിയാ. ജന്മപാട്. എനിക്ക് അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നു. ചേട്ടൻ വന്നു? രാജു, ചേട്ടൻ വന്നു. എന്തിയാ ഇതുവരെ എഴുന്നേറ്റില്ലേ? എപ്പോഴും എഴുന്നേറ്റു. അവൻ കുളിക്കാൻ പോയി കാണും. നന്നാകണമെങ്കിൽ നന്നാകട്ടെ. അതിനെ കൊണ്ട് വളം വെക്കാൻ പറ്റുമോ? കുളിക്കുമെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് കുളിച്ചിറങ്ങു ഗോപി. എന്താ താമസം ഇത്? അച്ഛാ, വാണ്ടഡ് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാ. ചിറ്റപ്പന് വെലസി നടക്കാം. വെലസും നിന്റെ ചിറ്റപ്പനല്ലേ യൂണിവേഴ്സിറ്റി കാരനെ കൊണ്ട് തേർഡ് ക്ലാസ്സിലാണ് കടന്നു കൂടിയിരിക്കുന്നത്. പാമ്പര വിട്ടി. ഓഹോ, നീയാണ് അവനെ ചീത്തയാക്കുന്നത്. രണ്ടാം ലോകം മുമ്പ് തമ്പ്രാനോടൊന്ന് കടവരെ വരാൻ പറഞ്ഞേക്ക്. കാണാൻ കെട്ടവൻ. ചിറ്റപ്പ നോക്കൂ, എത്ര വാണ്ടഡുകൾ. ഏതെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഒന്ന് ശ്രമിക്കൂ. ജോലി എന്തുമാത്രം നുണയാ ഞാൻ നിനക്ക് വേണ്ടി ദിവസവും പറയുന്നത്. ഒന്ന് നേരത്തെ ഉണർന്നൂടെ? നേരത്തെ ഉണർന്നല്ലോ, പിന്നെയും കടന്നു. ഉറക്കം ഉണർന്നതിന് ശേഷം വീണ്ടും കിടക്കുന്നതിന്റെ ഒരു സുഖം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്ന് ഇത് വെച്ചു ബസ്സിന്. ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോറിക്ഷ വെക്കൂ. നീ ഇന്ന് കുളിച്ചോ? പല്ല് വെച്ചോ? വൃത്തികെട്ടവൻ. പോയി കുളിച്ചിട്ട് വന്നിട്ടേ വല്ലതും കഴിച്ചാ മതി. പിന്നെ എവിടെ പോയാലും ശരി, ഉച്ചയ്ക്ക് നേരെ കടയിലോട്ട് ചെല്ലണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ബനാറ സിൽക്കിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വിശ്വനാഥൻ നായർ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം. ശരി മുതലാളി. പോച്ചമ്പള്ളി ഉണ്ടോ? ഉണ്ടല്ലോ. പത്രോസേ, അതെടുത്ത് കാണിച്ചേ. എന്താണ് അത്രയും താമസിച്ചത്? കോടനാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ചെന്ന് മിസ്റ്റർ തോമസിനെ കാണണം. എന്തെങ്കിലും ചെയ്യാൻ കഴിയും പുള്ളി ചെയ്യും. മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറിജിനലാണോ? അതെ, ഇതെല്ലാം ഒറിജിനലാണോ? അല്ല, ആ പെൺകുട്ടി ചോദിച്ചിട്ടാ. ഈ കട ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല, എല്ലാം ഒറിജിനലാ. എല്ലാം ഒറിജിനലാ. ഗോപി, തോമസിനെ കണ്ട് പ്രയോജനമില്ലെന്ന് തോന്നിയാലേ നേരെ വാസുവേട്ടനെ കാണണം. ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോ. ലാർസൻ ആൻഡ് ട്യൂബർ. അപ്പോ ബസ് കാശുണ്ടോ? ഇതൊക്കെ ഒന്ന് നോക്കിയാലേ വല്ലതും പറ്റുന്നുണ്ടായിക്കേ. നന്നാണോന്നുണ്ടെങ്കിൽ. പ്രഭചേച്ചിയുടെ കല്യാണത്തിന്റെ കാർഡ് കിട്ടിയോ? കിട്ടിയല്ലോ. ചേച്ചി ഇങ്ങോട്ട് വന്നോ? ആ കാഞ്ചീപുരത്തിലെ സെക്ഷനിലുണ്ട്. താങ്ക്സ്. ചേച്ചി എന്തെങ്കിലും സെലക്ട് ചെയ്തോ? കാഷ്വൽ വെയർ കുറെ എടുത്തു. റിസപ്ഷനും മുഹൂർത്തത്തിനും പുറപ്പാടിനും ഫസ്റ്റ് നൈറ്റിനും ഒക്കെ ഇനി സെലക്ട് ചെയ്യണോ? ഞാൻ അപ്പുറത്തെ കൗണ്ടറിൽ പോയി നോക്കിട്ട് വരാം. എടാ ബാലരാമപുരം 100 എടുത്ത് കൊടുക്കടാ. ഇത് പാക്ക് ചെയ്യൂ. ഓക്കെ.
എക്സ്ക്യൂസ് മീ, ഞാനിതൊന്ന് പുറത്തു കൊണ്ടുപോയി കളറൊന്ന് നോക്കിയിട്ട് വരാം. നല്ല ശരി മാഡം. തുണിക്കടക്കാരുടെ ട്യൂബ് ലൈറ്റുകൾ പലപ്പോഴും ഞങ്ങളെ പറ്റിക്കാറുണ്ട് കേട്ടോ. നോക്കിയിട്ട് വരാം. വേണ്ട, വേറെ ഏതെങ്കിലും നോക്കാം. ഷിഫോൺ ഉണ്ടോ? ഉണ്ട്. എന്താ സെലക്ട് ചെയ്തോ? വേറെ നോക്കണോ? വേണ്ട, സെലക്ട് ചെയ്തു. ഇതത്ര കോസ്റ്റ്ലി അല്ല. സാരമില്ല. ലേഡീസ് ടെക്സ്റ്റൈൽ സെന്ററിലേക്ക് ഒരു സെയിൽസ്മാനെ ആവശ്യമുണ്ട്. ലേഡീസ് ടെക്സ്റ്റൈൽ സെന്റർ. Wanted a clerk, modern upholsteries, Trandam. ഈ മാസത്തെ ശമ്പളം ആശാനെ ഈ കമ്പനി തുടങ്ങിയിട്ട് ഇവിടെ ചക്രം വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ശമ്പളം തരുന്നത്? 1 വർഷമായി ഞങ്ങളായിട്ട് കളിപ്പിക്കുന്നു. ഡിപ്പോസിറ്റ് എങ്ങനെ തിരിച്ചു തരണം മിസ്റ്റർ? അതിന് ഞാൻ വെറും മുതലാളിയല്ല ആശാനെ, നിങ്ങൾ പോയി ക്ലാർക്ക് അല്ല, ഞാൻ വെറും ക്ലാർക്ക് അല്ല ആശാനെ, നിങ്ങൾ പോയി മുതലാളിയോട് ചോദിക്കണം. അയ്യോ வாங்க 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 உட்காருங்க. மங்கள மகாலட்சுமி யோகமுள்ள ഈ സാറിന് പഴനി ആണ്ടവനെ മനസ്സിൽ നനച്ച് ഒരു കാർഡ് എടുത്തു കൊടുത്തേ. வெளியே வா கண்ணா, வெளியே வா. ஆமா, ரேட்டை பத்தி சொல்ல வேண்டாமா? എത്ര രൂപയാവും? சீக்ரெட் ரீடிங் 100 rupees, ஸ்பெஷல் ரீடிங் 50 rupees, சிம்பிள் ரீடிங் 25 rupees, ஆர்டினரி ரீடிங் 10 rupees. ഓർഡിനറിക്കുള്ള കാശല്ലേ ഉള്ള ആശാനെ? உள்ள வைங்க சார், எடுத்து உள்ள வைங்க சார். பழனி ஆண்டவன் பேர்ல நம்ம சிஷ்யனுக்கு ஐஸ்வர்யமான காடை கொத்தி கொடுக்கு தத்தே. வந்து ஐஸ்வர்யமான ஒரு காடை குத்தி எடு. ஆமா, அப்படி வந்து ஒரு காடை குத்தி எடுத்துரு. அப்படி உள்ள போயிடு. வெலே பேஷ். பர்வத யோகம், அமல யோகம், சசிமங்கல யோகம், ഗജകേസരി യോഗം. ആഹാ ആഹാ ആഹാ. ഗജകേസരി യോഗം, രാജയോഗം. രാജയോഗം ചക്ക കുഴയും പോലെ കുഴഞ്ഞു കിടക്കയില്ലയോ ഗജകേസരി യോഗവും രാജയോഗവും. ആശാനൊന്ന് ബലസും. എന്താ രാജയോഗത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു? വാഹനയോഗം. വാഹനയോഗം ജന്മസ്ഥലത്ത് ജനന സമയത്ത് തെക്ക് ഭാഗത്ത് ഒരു ഗരുഡൻ വന്നിരുന്നു. അതുകൊണ്ട് വാഹനയോഗവും നിശ്ചയം. வேற ஏதாவது யோகங்கள் இருக்கான்னு அந்த கார்டுல பாருங்க. കനകയോഗം, കന്യകമൂലം. കനകയോഗം കനകയോഗം. സ്വർണം, വെള്ളി, പവിഴം, മുത്ത് എല്ലാം കന്യക മൂലം കൈവശം വരും.
സ്വർണം കൊണ്ട് ഒരു കൊട്ടാരം തന്നെ പണിയുമെന്നാണ് തത്തമ്മ പറയുന്നത്. സ്വർണം കൊണ്ടൊരു കൊട്ടാരോ? എന്തിനാ ഒരുമാതിരി കിണ്ടി കിണ്ടി ചോദിക്കുന്നത്? 10 രൂപ 50 രൂപയുടെ ചോദ്യം ചോദിച്ചില്ലേ? സ്വർണം കൊണ്ടൊരു കൊട്ടാരം പണിത് ചക്രവർത്തി പോലെ വാഴുമെന്ന്. അപ്പൊ നമ്മളൊക്കെ ഗോപി ഇതുവരെ കണ്ടില്ലല്ലോ. വിഷമിച്ചിട്ട് കാര്യമില്ല, പലയിടത്തും വായി നോക്കി ഇറക്കായിരിക്കും. ഒരു കാര്യം ചെയ്, നീ ഒന്ന് നാട് വേണം തിരക്ക് ഇറക്കും. വന്നോ? പറഞ്ഞ സ്ഥലത്തൊക്കെ പോയോ? ആ പോയി, ഒരു പ്രയോജനമില്ല. നിന്റെ കാലിനെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ ചേട്ടത്തി. ആ ഓഫീസ് 7ാമത്തെ നിലയിലാ. അയ്യോ, പടി കയറി തല ചുറ്റി. നിർത്ത്. കോടനാട് ഇൻഡസ്ട്രീസ് നീ പോയോ? പോയി. അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ എന്നോട് ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എനിക്ക് ഗാന്ധി ഹോട്ടലിനെ കുറിച്ച് അപ്പൊ ഓർമ്മ വന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അയാൾ എന്നോട് പൊക്കളാനും പറഞ്ഞു. തീറ്റി ഒറ്റ വിചാരമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനാ? അന്ന് കേറിയില്ല, അതിനു മുമ്പ് അവന് വഴക്ക് പറയാണോ? നീ ഒന്നും മിണ്ടാരി. വേറൊരു സ്ഥലത്ത് പോകാൻ പറഞ്ഞിട്ട് നീ പോയോ? എങ്ങനെ പോകാനാ? ഞാൻ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറും തമ്മിൽ ആക്സിഡന്റ്. ആക്സിഡന്റോ? ആ, എന്റെ ജാതകം സ്ട്രാങ് ആയിരുന്നുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ കയ്യിലിരുന്ന കാശ് മുഴുവൻ തെറിച്ചവിടെ പോയി. അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല. നിർത്തടാ, അവന്റെ ഒരു അടവ്. ഞാൻ പറയുന്നത് സത്യമാണ് ചേട്ടത്തി. നിർത്താ നിഷേധി. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ പഠിച്ച് പാസ്സായി ജോലി കിട്ടി അന്തസ്സായിട്ട് ജീവിക്കുന്നു. നാണം കെട്ടവൻ. അത് എനിക്കൊരു ജോലി കിട്ടണ്ടേ ചേട്ടാ? ഇവിടെ കുത്തിയിരുന്നു, ജോലി ഇങ്ങോട്ട് വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തടി പോലെ വളർന്ന് സ്വന്തം കാലം നിൽക്കാനുള്ള പ്രായമൊക്കെ ആയി. നിനക്കൂടെ ആഹാരത്തിൽ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നു പോലെ ഇവിടെ ചോറ് കൊടുക്കണ്ട. ചിറ്റപ്പന് ചോറ് തരില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ചോറല്ല, പച്ച വെള്ളം തരികയെന്ന് പറഞ്ഞാലും നിന്റെ ചിറ്റപ്പൻ ഒരു ചുക്കൂല്ല. അതെന്താ? ആ മോനെ, ചിറ്റപ്പനെ രാജയോഗം എന്ന് വെച്ചാ ചുമ്മാ ഇങ്ങനെ കണ്ണു അടച്ചോണ്ടിരുന്നാ മതി. സ്വർണവും വെള്ളിയൊക്കെ കിളികിളികിലാന്ന് വീഴും. സ്വർണവും വെള്ളിയോ? അതെങ്ങനെ ചിറ്റപ്പ? സ്ത്രീനിമിത്തം, കന്യക നിമിത്തം, ചിറ്റപ്പൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നിമിത്തം. ചിറ്റപ്പൻ കെട്ടാൻ പോകുന്ന പെണ്ണു അതാരാ ചിറ്റപ്പ? നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോഴേ മമ്മി നിങ്ങളുടെ വിവാഹക്കാര്യം പറയുമായിരുന്നു. അത് കാണാൻ സീതാലക്ഷ്മി ഇല്ലല്ലോ മോളെ. യുവാവായിരിക്കുമ്പോൾ ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഒരാൾ കുറെ വർഷം കഴിഞ്ഞാലെങ്കിലും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കും. വർഷം 20 കഴിഞ്ഞിട്ടും ഡാഡിക്ക് മമ്മിയെ പറ്റിയുള്ള വിചാരം മാറിയിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം സ്നേഹിച്ച പെണ്ണാണ് നിങ്ങളുടെ മമ്മി. ഞാൻ മരിക്കുമ്പോഴും സീതാലക്ഷ്മിയുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടാകാവൂ. ഞങ്ങളുടെ മമ്മി ഭാഗ്യവതിയാണ്. ഡാഡി മൂഡൌട്ട് വേണ്ട, ആഹാരം കഴിക്കൂ. ഇവിടെ നേരെ അപ്പോളോ ഇൻഡസ്ട്രീസ്, അത് കഴിഞ്ഞ് HMD ഇന്റർവ്യൂ. 2:30 അടിക്കുമ്പോ HL, 3 മണിക്ക് FACT. എല്ലായിടത്തും കൃത്യമായിട്ട് പോണം. ചേട്ടാ ഞാൻ പോകും. ഇന്ന് 4 സ്ഥലത്താണ് ഇന്റർവ്യൂ. 4. മോനെ, ഇന്ന് ചിറ്റപ്പൻ 4 ഇന്റർവ്യൂ ആണ്. ഏതെങ്കിലും ഒന്ന് ഞാൻ അടിച്ചെടുക്കും. കിട്ടോ? ചിറ്റപ്പന്റെ കാര്യം ജെപിയാ. ഒരെണ്ണത്തിനെങ്കിലും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇന്റർവ്യൂല് പോകുന്നേ. ഭഗവാനേ രക്ഷിക്കണേ. ഇന്നു പോലെ ഇവിടെ ചോറ് കൊടുക്കണ്ട. അതിനകത്തേക്ക് പോണം. വേണം. ഹലോ
മുഹൂർത്തം എല്ലാം കഴിഞ്ഞു അല്ലേ? മുഹൂർത്തം എല്ലാം കഴിഞ്ഞു, ഇനി റിസപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇന്ന് കല്യാണങ്ങളുടെ ഒരു പെരുന്നാളായിരുന്നു. മുഹൂർത്തം എല്ലാം കൂടെ ക്രോസ് ആയി, കൺഫ്യൂഷൻ ആയി പോയി. അകത്തേക്ക് ചെല്ലു. ആ ഓക്കെ, സെലിനും ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. ഹായ്. ചെല്ലു. ഹലോ. ഇരിക്കൂ. ഞാൻ വരാനൊരു അല്പം വഴി, വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി. ഹലോ ഹലോ, സുഖല്ലേ? ചെല്ലു, ചെന്ന് കാപ്പി കുടിക്കും. എക്സ്ക്യൂസ് മീ. നിങ്ങളെ എവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആ ടെക്സ്റ്റൈൽസില്. ടെക്സ്റ്റൈൽസിലോ? ഈ സാരി. യെസ് യെസ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ സാരി കുട്ടിക്ക് മനോഹരമായി ചേരുമെന്ന്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഗോ ആൻഡ് ഹാവ് സംതിങ്. വെൽക്കം. ഹലോ, കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചോ? കാപ്പി കുടിക്കുന്നില്ലേ? ഓ വേണ്ട വേണ്ട, ഈ മഴയെല്ലാം കൂടി കഴിച്ചിട്ട് ആകെ കുഴപ്പം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റുകയല്ല. ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് കാപ്പി കുടിക്കാതെ പോകുന്ന പ്രശ്നമേ ചോദിക്കുന്നില്ല. നോ താങ്ക്സ്. ഇദ്ദേഹം കാപ്പി കുടിക്കാതെ പോകുന്നു. നൂനോ, കല്യാണത്തിനല്ലേ വന്നത്, പോയി എന്തെങ്കിലും കഴിക്കും മോഹൻ. ദാറ്റ്സ് റൈറ്റ്, എന്തെങ്കിലും കഴിക്കണം. ഹലോ സുശീല. ഹലോ. കാപ്പി കുടിച്ചോ? കുടിച്ചു. മണവാട്ടി മോളെവിടെ? മോളേതുപോലെ ഒന്നും വയ്യ. ഡോക്ടർ ആഹാരം കഴിക്കും. സ്വാമിനാഥ, ഗിരിക്കുട്ടൻ അങ്ങാനും ഇങ്ങോട്ട് വന്നോ? കുസൃതി കുട്ടൻ അവനും കൂടി കല്യാണത്തിനുണ്ടായിരുന്നെങ്കിൽ. ഹലോ. ഓ സോറി. താങ്ക് യു. യു സ്മോക്ക്? നോ താങ്ക്സ്. സാർ ഒരു ഫോട്ടോ. ആ എടുത്തോളൂ. ഒന്ന് ചിരിച്ചേ. താങ്ക് യു. ഹെവി ഷാപ്പാടായി. പായസം തന്നെ 6 തരമാണ്, മധുരം 4 തരം, പുഡിങ്, കിഡിങ്, വേറെ എന്തെല്ലാം വെറൈറ്റി ഫ്രൂട്ട്സ് ആണ്. പൂവൻ, കപ്പ, കിപ്പ, കുപ്പ, പടത്തി. പെണ്ണിന്റെ അച്ഛൻ ആരാ? സ്വാമിനാഥൻ സാറിന്റെ പണത്തിനനുസരിച്ച് ഇതിനൊരു 10 ഇരട്ടി വേണമായിരുന്നു. അറിയാം. സ്വാമിനാഥൻ അങ്കിള് എന്റെ ഡാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അദ്ദേഹത്തിന് ഗോൾഫ് ലിങ്സിൽ പോകുന്നെങ്കിൽ എന്റെ ഡാഡി വേണം, ക്ലബിൽ പോകണമെങ്കിൽ എന്റെ ഡാഡി വേണം. പിന്നെ വൈകുന്നേരം രണ്ടുപേരും കൂടെ ടെന്നീസ് ബാറ്റ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയ സമയവും മറക്കും, വീട് മറക്കും, എല്ലാം മറക്കും. ഹലോ. ഹലോ ആന്റി. അങ്കിൾ കാപ്പി കുടിക്കും. സാരി മോൾ, ഞാൻ ഡയറ്റിങ്ങിലാണ്. ഇന്ന് ഡയറ്റിങ്ങിലാണെന്ന് പറഞ്ഞാലൊന്നും രക്ഷയില്ല. ആഹാ, ഞാൻ വിളിച്ചാ വരില്ലല്ലേ? ഞാൻ ഡാഡിയെ വിളിച്ചോണ്ട് വരാം. കുട്ടൂസിന്റെ കല്യാണത്തിന് അങ്കിൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ കല്യാണത്തിന് അങ്കിൾ ആഹാരം കഴിക്കുന്നേ? കുട്ടൂസ്. അത് എന്റെ മോളുടെ പേരാണ്. ആണോ? സ്വാമിനാഥൻ അങ്കിളുടെ മോളുടെ പേരും കുട്ടൂസ് എന്നാ? നോനോ, അദ്ദേഹത്തിന് 2 മക്കളേ ഉള്ളൂ. മൂത്തത് സുപ്രഭ, അവളുടെ കല്യാണമാണ് ഇപ്പോൾ നടക്കുന്നത്. വരൻ സുരേഷ്. രണ്ടാമത്തത് സുനന്ദ. ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോയി കുട്ടി. ചേച്ചി, അപ്പോ കുക്കൂസിനെ സുനന്ദ എന്നാണോ വിളിക്കുക? കുക്കൂസോ? ഞാൻ ജനിച്ചതും വളർന്നുമല്ല അമേരിക്കയില.
മമ്മി പണ്ട് പറയുമായിരുന്നു, സ്വാമിനാഥൻ എങ്ങളിൽ 2 പെൺമക്കളുണ്ട്, മൂത്ത പെൺകുട്ടിയെ കുട്ടൂസ് എന്നും രണ്ടാമത്തെ പെൺകുട്ടിയെ കുക്കൂസ് എന്നാണ് വിളിക്കുക. പൈതപ്പൈ നമ്മുടെ ഇളയ ചെറുക്കൻ എന്ത് ചെയ്യുന്നു? സ്വാമിനാഥൻ സാറിന് ആൺമക്കളൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്വത്തുള്ള ഈ 2 പെൺകുട്ടികൾക്കാണ്. രണ്ടാമത്തെ കുട്ടിക്കും അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരൻ അന്വേഷിക്കുക. സ്വഭാവശുദ്ധിയുള്ള, കയ്യിൽ ഒതുങ്ങുന്ന നല്ലൊരു പയ്യനെ. പർവ്വതയോഗം, അമലയോഗം, ശശിമംഗലയോഗം, ഗജകേസരി യോഗം, രാജയോഗം, വാഹനയോഗം, കനകയോഗം, കന്യകമൂലം. എഴുതിക്കോ. 4.5 മീറ്റർ തുണിക്ക് 11.25 രൂപയാണെങ്കിൽ 1 മീറ്റർ തുണിയുടെ വില എന്ത്? നിന്റെ കാലിനെന്ത് പറ്റി? എന്റെ പൊന്നു ചേട്ടത്തി, ഒന്നും പറയണ്ട. നടന്ന് കാലിലെ തൊലി മുഴുവൻ പോയി. പക്ഷെ ഞാൻ വിടുകയില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി, ഒരു ജോലി ഞാൻ സമ്പാദിക്കും. കഷ്ടപ്പെട്ടാലേ ഇക്കാലത്ത് ജീവിക്കാൻ നോക്കൂ. നിർത്ത്. ഇന്ന് പകൽ ഇവിടെ നീ എവിടെ ആയിരുന്നു? ഇത് കേട്ടോ ചേട്ടത്ത്, ഞാൻ ജോലി അന്വേഷിച്ചു പോയതല്ലേ. അങ്ങോട്ട് പറയണ്ട, ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കല്യാണ സദ്യ ഒക്കെ ഗംഭീരമായിരുന്നല്ലേ? കല്യാണം? ആരുടെ കല്യാണം? എന്തോന്ന് സദ്യ? സ്വാമിനാഥൻ സാറിന്റെ മകളുടെ കല്യാണം. ഏത് സ്വാമിനാഥൻ? നിന്റെ തന്താറ ചെറുപ്പകാലത്തെ കൂട്ടുകാരൻ. എന്റെ അച്ഛൻ ഗോൾഫ് ലിങ്സിൽ പോയിട്ടില്ല, ക്ലബിൽ പോയിട്ടില്ല, ടെന്നീസ് കളിച്ചിട്ടില്ല. നിന്റെ അച്ഛനൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. വന്ന് കേറിയതേ ഉള്ളൂ. നോക്കി ചേട്ടതി തുടങ്ങി. ഇറങ്ങണ പുറത്ത്. എങ്ങോട്ട്? പുറത്തിറങ്ങാൻ. ഇറങ്ങാൻ. ഇറങ്ങണ പുറത്ത്. അവൻ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടെങ്കിലും പോട്ടെ, പോയി ചാകട്ടെ. പാണിയൊന്നുമില്ല, തെണ്ടി തിന്ന് ശീലിച്ചു പോയില്ലേ. ഇറങ്ങണ പുറത്ത്. ഇറങ്ങാൻ. കുടുംബത്തിന്റെ മാനം കെടുത്താൻ നടക്കുന്നത്. രണ്ടാമത്തെ കുട്ടിക്കും അദ്ദേഹം നല്ലൊരു ചെറുക്കനെ അന്വേഷിക്കുക. സ്വഭാവശുദ്ധിയുള്ള, കയ്യിൽ ഒതുങ്ങുന്ന നല്ലൊരു പയ്യനെ. സ്വാമിനാഥൻ സാറിന്റെ രണ്ടാമത്തെ മകൾ സുനന്ദ. അവളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ ഈ വെറും ഗോപിക്കുട്ടൻ പിള്ള, പിന്നെ ഗോപിക്കുട്ടൻ മുതലാളി, യാതൊരു ജോലിയും ചെയ്യാതെ സുഖിച്ചു കഴിയാം. പിന്നല്ലേ ഗോപിക്കുട്ടൻ മുതലാളിയുടെ ഒരു വെലസ്. കാലത്തെ 10 മണിക്ക് മോർണിംഗ് കോഫി. വീണ്ടും ഉറക്കം. 11 മണിക്ക് സ്വിമ്മിംഗ് പൂൾ. ഒന്നിനും 1:15 ഇടയ്ക്ക് ശാപ്പാട്. ഓ സോറി, മുതലാളിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലഞ്ച്. o'clock 2 മണി ഉറക്കം. നാലര മണിക്ക് ഉറക്കം എഴുന്നേക്കാം. 5:30 മണിക്ക് ഭാര്യയുമായി സിറ്റിയിൽ വിലസാൻ പോകുന്നു. 8:30 വീണ്ടും ശാപ്പാട്. സോറി, ഡിന്നർ. 10 മണിക്ക് ക്ലാരിപ്പുഷ്.
ആ സ്വാമി, എനിക്കൊരു രക്ഷ എഴുതി തരണം. എന്ത് രക്ഷ? അത് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണം. കാര്യം എന്താണെന്ന് പറയാതെ രക്ഷ ചെയ്ത് തരുന്നത് എങ്ങനെയാ? അല്ല, ഒരു കല്യാണക്കാര്യത്തിന് പെണ്ണിന്റെ അച്ഛൻ ഒരു അല്പം ഉടക്കില്ല. അദ്ദേഹം ഈ കാര്യത്തിലൊന്നും മുൻകൈ എടുക്കണം. അതിനാ. ആര്? പേര് പറയൂ. പേര് സ്വാമിനാഥ മേനോൻ. അത് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കായിരുന്നു. എന്റെ അച്ഛന്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നോ? അതെ. അതെന്തിനാ? ഐ റെസ്പെക്ട്. അദ്ദേഹത്തെ പോലെ കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായി സമ്പാദിച്ച് എനിക്കും വലിയവനാണ്. അതിന് ഞാൻ അദ്ദേഹത്തെ എന്റെ ആത്മീയ ഗുരുവായി സങ്കല്പിച്ചിരിക്കുക. ഭഗവാനെ, ഇതൊന്ന് ഏറ്റേക്കണേ. പഴയ ഏതെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ? കുട്ടിക്കുപ്പായുണ്ട്, പിന്നെ മെഹബൂബിന്റെ ഉണ്ട്. കുറച്ചുകൂടി ഓൾഡാ വേണ്ടത്. കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ഒക്കെ. സോറി, അതൊന്നുമില്ല. ആ, സോപാന ഗായികയുണ്ടോ? ഇപ്പൊ അതൊക്കെ ആര് വാങ്ങിക്കാനാ? ആ, ഹലോ ഹലോ. എന്താ സുനി ചേച്ചി, പഴയതെല്ലാം തപ്പാണോ? ചേച്ചി വല്ല പുരാവസ്തു ഗവേഷണ വകുപ്പിൽ നിയമിക്കണം. ഓൾഡ് ഈസ് ഗോൾഡ്. ആരാത്? ആ, നിങ്ങളോ? വരൂ, അകത്തേക്ക് വരൂ. എന്താ ഇത്? ഒരു പഴയ റെക്കോർഡാ, സോപാന ഗായിക. ഓ ഗോഡ്, സോപാന ഗായികയോ? ഇതെവിടുന്നാ? നോ, അതിൽ തുടരുത്. ഈ റെക്കോർഡ് എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് വളരെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് കേൾക്കാൻ തരാം. താങ്ക് യു. പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്, ഡോണ്ട് ടച്ച് ഇറ്റ്. ഇറ്റ്സ് എ ക്യൂരിയോ, സോ ഡെലിക്കേറ്റ്, ലൈക്ക് മൈ ഹാർട്ട്. ഞാനും അങ്ങനെയാണ്. ഐ ജസ്റ്റ് ലവ് ഓൾഡ് തിങ്സ്. അതെനിക്കറിയാം. അതെങ്ങനെ അറിയാം? നിങ്ങളെ ഞാൻ 4.5 തവണ കണ്ടിട്ടുണ്ട്. 4.5 തവണയോ? ആദ്യം സാരി ഷോപ്പിൽ, രണ്ടാമത് കല്യാണത്തിന്, മൂന്നാമത് അമ്പലത്തിൽ വെച്ച്, നാലാമത് ഇപ്പൊ ഇവിടെ. എന്താ ഈ അരക്കണക്ക്? ഒരിക്കൽ റെക്കോർഡ് ഷോപ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടു. അന്ന് നിങ്ങൾ എന്നെ കണ്ടില്ല, അതുകൊണ്ട് അതരത്തവണ. എന്നെ എന്തിനാ എപ്പോഴും നിങ്ങൾ നിങ്ങളെന്ന് വിളിക്കുന്നത്? പേരറിയാത്തോണ്ട്. സോറി, ഐ എം സുനന്ദ. ലീഗൽ നെയ്യും മിസ് സുനന്ദ സ്വാമിനാഥ മേനോൻ. എല്ലാരും വിളിക്കുന്നത് സുനന്ദു എന്നാ. ചേച്ചി മാത്രം സുനു എന്ന് വിളിക്കും. അങ്ങനെയൊന്നും ഞാൻ വിളിക്കില്ല. ഐ വിൽ കോൾ യു നന്ദു. നന്ദു? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആശാനെ എന്ന് വിളിക്കാം. ആശാനെന്നോ? ഫണ്ണി. ആ, എന്താ പേര് പറയാത്തത്? ചോദിക്കാത്തതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ചോദിക്കുന്നു, എന്താ പേര്? അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും കൂട്ടുകാരും ഒക്കെ വിളിക്കുന്നത് ഗോപി. പിന്നെ ലീഗൽ നെയിം കുഴിനികത്തിയ പുത്തൻവീട്ടിൽ ഗോവിന്ദപിള്ള ഗോപിക്കുട്ടമ്പിള്ള. ഗോപിക്കുട്ടമ്പിള്ളയോ? എന്നാ കുട്ടമ്പിള്ളയെന്ന് വിളിക്കാം. അതിനൊരു കേരള ടച്ച് ഉണ്ടല്ലേ? ഉം. എങ്ങനെയുണ്ട് ആശാനെ? കുട്ടമ്പിള്ള നന്നായി പാടുന്നുണ്ട്. കുട്ടമ്പിള്ള എന്തിനാ ഇത്രയും കോമാളിത്തരം? രംഗബോധമില്ലാത്ത കോമാളിയെ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ട നമ്മളിൽ ഓരോരുത്തരും അല്പസ്വല്പം കോമാളിത്തരം കാണിച്ച് രസിക്കുന്നത് നല്ലതാണ്. പോരാത്തതിന് എനിക്കെപ്പോഴും പഴയ സ്റ്റൈലായി ഇഷ്ടം. ഉടുപ്പിലും നടപ്പിലും, എന്തിന് പെരുമാറ്റത്തിൽ പോലും. കുട്ടമ്പിള്ള ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണോ? നോ, വെറും 3rd ക്ലാസ് രസതന്ത്രം. സുനു, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണ്. എന്റെ സിസ്റ്റർ സുപ്രഭ. നോ, മിസ്സസ് സുപ്രഭ സുരേഷ്. ഇത് മിസ്റ്റർ സുരേഷ്. ഹലോ. നീ വേഗം റെഡിയാവും സുനു. നീ ഇപ്പത്തേക്ക് വാ, എന്തിനാ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോടൊപ്പം വരുന്നുണ്ടോ? എങ്ങോട്ട്? തോട്ടത്തിലേക്ക്. അയ്യോ, ഞാൻ വരുന്നില്ല. കഷ്ടമായിപ്പോയി ഇവിടം വരെ വന്നിട്ട് സ്വാമിനാഥൻ സാറെ ഒന്ന് കാണാതെ പോയത്. എന്നാൽ വരൂ, ഡാഡി തോട്ടത്തിലുണ്ട്.
ശനി ഞായറും മുഴുവൻ സമയം ഡാഡി തോട്ടത്തിലായിരിക്കും. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ശരീരത്തിന് എന്തോ ഒരു എന്ത് ആണായി പോയില്ലേ. ഞാൻ പറ്റേ വന്നോ? ആര്? ലവനെ. ലവനോ? ആരെങ്കിലും വന്നോന്ന്. ഗോപിയെ പറ്റിയാണെങ്കി അത് നേരെ ചോദിച്ചാ പോരെ. അവനെ ഇവിടെ ആരും അന്വേഷിച്ചില്ല. എടാ കുരുത്തങ്കട്ടവനെ, കാണുന്നൊക്കെ നശിപ്പിച്ചു. മോനെ എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്? മോനെ വഴക്ക് പറയുന്നത് ഇഷ്ടമല്ലല്ലേ? ഗോപി എനിക്ക് മോനെ പോലെ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 2 ദിവസമായി. അവനോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? അവൻ എങ്ങും പോകില്ല, അവൻ വരും. രാജു കയറു. ഉഷ വരൂ. രാധിക വേഗം വരും. കൈയൊക്കെ സൂക്ഷിച്ചേ. ടാറ്റാ 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 ടാറ്റാ. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. തോട്ടത്തിലേക്ക് വരില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നെന്താ? ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് എനിക്ക് എന്റെ തോട്ടത്തിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ സ്വാമിനാഥൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഏതായി കുട്ടികള്? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളാ. അവിടെ വല്ലപ്പോഴും ഒക്കെ ഞാൻ പഠിപ്പിക്കാൻ പോകാറുണ്ട്, ഒരു രസത്തിന്. വല്ലപ്പോഴും ഒക്കെ കുട്ടികളെ കൊണ്ട് ഔട്ടിങ്ങിനും പോകാറുണ്ട്. ഇന്ന് തോട്ടത്തിലേക്ക് വന്നു. ആശാന്റെ എല്ലാ സ്വഭാവങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും മനഃശാസ്ത്രം ഒന്നുപോലാണെന്ന് തോന്നുന്നു. പിന്നെ ഡാഡി എവിടെ? പുഴയിൽ ആനകളെ കുളിപ്പിക്കുക. അയ്യോ, സ്വാമിനാഥൻ സാർ ആനകളെ കുളിപ്പിക്കുക. ആകാശത്തോളം വളർന്നിട്ടും അദ്ദേഹം ഭൂമിയെ മറന്നില്ല. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒട്ടും ശരിയല്ല. വരൂ, പുഴക്കരയിലേക്ക് പോവാം. പിന്നെ ഗ്രാൻഡായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. മോനെ ഗിരിമോനെ, ഈ എലിഫന്റ് കുഞ്ഞൻപിള്ളി അമ്മാവൻ ഇവനെ ഒരു കിങ് എലിഫന്റാക്കും. ഇത് ശരിക്കും ആഹാരം കഴിക്കുന്നില്ലല്ലേ? എന്റെ അച്ഛൻ പിണ്ടത്തിൽ കുഞ്ഞൻ വൈദ്യരെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് എനിക്ക് ആലക്കഷായം വെക്കാൻ പഠിപ്പിച്ചു തന്നത്. ഇവൻ എന്റെ സ്പെഷ്യൽ കെയർ ആണ്. ഡോക്ടർ ഗിരിക്കുട്ടിലൂടെ ഉറക്കാം. ഞാൻ പോകുന്നു. ഡാഡി, അന്ന് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ വെച്ച് കണ്ട. ഹലോ, എന്താ പേര്? ഗോപി. ഗോപിക്കുട്ടൻ പിള്ള. നോ 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 നോ, ഞാൻ ഗോപി എന്ന് വിളിക്കൂ. വിവരമുള്ളൊരു തന്ത. മോക്കും കൂടി അത് കിട്ടിയിരുന്നെങ്കിൽ ഭഗവാനെ. എന്താ ആലോചിക്കുന്നത്? അല്ല, നന്ദുവിന്റെ അച്ഛൻ എത്ര വലിയവനാണെന്ന് ആലോചിക്കായിരുന്നു. വരൂ, ബംഗ്ലാവിലേക്ക് പോകാം. ഗോപിക്ക് എന്താ ജോലി? ജോലി അങ്ങേപ്പോലെ വലിയവനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കള്ളം പറയുന്നില്ല. വെറും 3rd ക്ലാസ് ഡിഗ്രി മാത്രമേ കയ്യിലുള്ളൂ. ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല, ഫാക്ടറികളില്ല. എല്ലായിടത്തും കൈക്കൂലിയും രാഷ്ട്രീയക്കാരുടെ കൈകടത്തലും മാത്രം. എല്ലാ ഫാക്ടറികളും അങ്ങനെയാണെന്ന് കരുതരുത്. സ്വാമിനാഥൻ സാറിന്റെ ഫാക്ടറി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. ഇപ്പോ സ്നേഹബന്ധത്തിന്റെ പേരില് അങ്ങ് എനിക്ക് അവിടെ ഒരു ജോലി തന്നു വയ്ക്കാം. എന്നാലും ഞാനത് സ്വീകരിക്കില്ല. അതെന്താ? മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. വെരി ഗുഡ്. എന്ന് ഞാൻ ഇറങ്ങട്ടെ, സമയമായി. അയ്യോ, കാറ് പറഞ്ഞു വെച്ചല്ലോ. ഞാൻ നടന്നു പോയിക്കോ. മലയടിവാരത്ത് ചെന്നാലേ ഇനി കാറോ ബസ്സോ കിട്ടും. അവിടേക്ക് ഒരുപാട് ദൂരമുണ്ട്. സന്ധ്യയാകാറായി. ഇരുട്ടിയാൽ വഴിയിൽ എങ്ങും ആരും കാണില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. അപ്പൊ ഞാൻ പോവാൻ? ഓ, പേടിക്കാനൊന്നുമില്ല. ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോകാം. ഇവിടെ ഒന്നാ പറ്റില്ല. എനിക്ക് ദിവസവും സന്ധ്യക്ക് പൂജയുള്ളതാ. അത് മുടക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല.
ഫോർ എക്സാമ്പിൾ എന്റെ മരുമകൻ സുരേഷ്.